ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഏറെക്കുറെ അവസാനിച്ച മട്ടിലാണ്. മറ്റൊരു യുദ്ധം നമ്മളെയൊക്കെ അലൗസരപ്പെടുത്തിയിരുന്നത് ഗാസയിൽ നടക്കുന്ന ഹമാസും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധമായിരുന്നു. എന്തായാലും ലോകം സമാധാനത്തിന്റെ പാതയിലേക്ക് മടങ്ങുകയാണോ എന്ന് ചിന്തിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പല കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. ഗാസയിൽ ബന്ദിയാക്കിയിരുന്ന അവസാനത്തെ അമേരിക്കൻ പൗരനെയും വിട്ടയച്ചതായി ഹമാസ് അറിയിക്കുന്നു. ഗാസയിൽ വെടിനിർത്തൽ കരാർ തുടരുന്നത് ലക്ഷ്യമിട്ട് ഈദൻ അലക്സാണ്ടർ വിട്ടയക്കുമെന്ന് നേരത്തെ തന്നെ ഹമാസ് അറിയിച്ചിരുന്നതാണ്. ഇസ്രയേലിലേക്ക് പോകുന്നതിന് മുൻപ് ന്യൂജേഴ്സിയിൽ ആയിരുന്നു 21-കാരനായിരുന്ന ഈദൻ അലക്സാണ്ടർ താമസിച്ചിരുന്നത്. ഇസ്രയേലിൽ സൈന്യത്തിനൊപ്പം സേവനം ചെയ്യുകയായിരുന്ന 21-കാരനെ ഹമാസ് 2023 ഒക്ടോബർ 7-നാണ് തട്ടിക്കൊണ്ടുപോയത്. മാസ്ക് ധാരികളായ ഹമാസ് അനുകൂലികൾക്കും റെഡ് ക്രോസ് പ്രവർത്തകനുമൊപ്പമുള്ള ഈദൻ അലക്സാണ്ടറുടെ ചിത്രം ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. ഏപ്രിലിൽ ഹമാസ് ആയുധ വിഭാഗമായ ഖാസം ബ്രിഗേഡ് ഈദൻ അലക്സാണ്ടറുടെ വീഡിയോയും പുറത്തുവിട്ടിരുന്നു. പെസഹ ആചരണ സമയത്തായിരുന്നു ഈദന്റെ വീഡിയോ പുറത്തുവന്നത്. ബന്ദികൾ വീട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഭയവും ഒറ്റപ്പെടലും ബന്ദികളെ കൊല്ലുകയാണ്. ഞങ്ങളെ മറക്കരുത് എന്നായിരുന്നു വീഡിയോയിൽ ഈദൻ ആവശ്യപ്പെട്ടത്. അതേസമയം ഹമാസ് പിടിയിലുള്ള US ബന്ദി ഈദൻ അലക്സാണ്ടറെ വിട്ടയക്കാനുള്ള തീരുമാനം ഖത്തറും ഈജിപ്തും സ്വാഗതം ചെയ്തു. ഗാസയിൽ വെടിനിർത്തൽ സാധ്യമാക്കുന്നതിനും തടവുകാരെയും ബന്ദികളെ മോചിപ്പിക്കുന്നതിനും മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഗാസയിലേക്കുള്ള സഹായം തടസ്സങ്ങളില്ലാതെ ഉറപ്പാക്കുന്നതിനും വേണ്ടി സമാധാന ചർച്ചകളിലേക്കുള്ള ചുവടുവയ്പായി ഹമാസിന്റെ തീരുമാനത്തെ ഇരു രാജ്യങ്ങളും കണക്കാക്കുകയാണ്. അതേസമയം ഗാസ ക്ഷാമത്തിന്റെ വക്കിലെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഉപരോധം കാരണം ഭക്ഷണം, മരുന്ന് തുടങ്ങിയ അവശ്യ വസ്തുക്കൾ എന്നിവ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ ഗാസയിലേക്ക് എത്തുന്നില്ല. 21 ലക്ഷത്തോളം വരുന്ന മുഴുവൻ ജനസംഖ്യയും പട്ടിണി നേരിടുകയാണ് എന്നും ഏകദേശം 5 ലക്ഷത്തോളം പേർ ഇതിനകം തന്നെ വിനാശകരമായ അവസ്ഥയിലാണ് എന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. കണക്കുകൾ പ്രകാരം ഈ പ്രതിസന്ധി ലോകത്തിലെ ഏറ്റവും മോശമായ പട്ടിണി പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ് എന്നും ലോകാരോഗ്യ സംഘടന അഭിപ്രായപ്പെട്ടു. നിലവിലുള്ള ഉപരോധത്തിൽ ഭക്ഷണം ഉൾപ്പെടെയുള്ള മാനുഷിക സഹായം തടഞ്ഞുവെച്ചതോടെ ഗാസയിൽ ക്ഷാമത്തിനുള്ള സാധ്യത വർദ്ധിക്കുകയാണ്. ഗാസയിലെ 21 ലക്ഷം ജനസംഖ്യ മുഴുവൻ ദീർഘകാല ഭക്ഷ്യക്ഷാമം നേരിടുകയാണ്. ഏകദേശം 5 ലക്ഷം ആളുകൾ വിശപ്പ്, കടുത്ത പോഷകാഹാരക്കുറവ്, പട്ടിണി, രോഗം, മരണം എന്നിവയുടെ വക്കിലാണ്. ലോകത്തിലെ ഏറ്റവും മോശമായ പട്ടിണി പ്രതിസന്ധികളിൽ ഒന്നാണിത്. സമയം മുന്നോട്ട് പോകുന്തോറും സ്ഥിതി വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ലോകാരോഗ്യ സംഘടന പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. ഇതിനകം തന്നെ ഗാസ പട്ടിണിയുടെ പിടിയിലായിരിക്കുകയാണെന്ന് ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അദാനോം ഗബ്രിയേസസ് പറഞ്ഞു. അതിർത്തിക്കപ്പുറത്ത് നിന്ന് ജീവൻ രക്ഷിക്കാനുള്ള ഭക്ഷണവും മരുന്നും എത്താൻ ഏതാനും മിനിറ്റുകൾ മാത്രം മതി എന്നിരിക്കെ ആളുകൾ പട്ടിണി കിടക്കുകയും രോഗബാധിതരാകുകയും മരിക്കുകയും ചെയ്യുകയാണ്. ഭക്ഷണവും അവശ്യവസ്തുക്കളും ഉടനടി ലഭ്യമല്ലെങ്കിൽ സ്ഥിതി കൂടുതൽ വഷളാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മാർച്ച് 2-നാണ് ഗാസയ്ക്കുമേൽ ഇസ്രയേലിന്റെ ഉപരോധം ആരംഭിച്ചത്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.